ഫോട്ടോ കാണാൻ എന്നാ സ്റ്റൈല് അല്ലയോ സാറേ? അവനെ കണ്ടാ പറയോ പട്ടാപോലെ രണ്ടുപേരെ വെട്ടിക്കൊന്നവരാണ്. ജോർജെ, നമ്മൾ എന്തിനായി റിസ്ക് എടുത്തിട്ട് ഈ രാഷ്ട്രീയ പ്രതികൾ പിടിക്കുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇടതും വലതും മറ്റുള്ളവരും കൂടെ ഒന്നിച്ച് പോരാട്ടത്തിന് ഇറങ്ങിയ ഇവിടെ നീതി കിടക്കുന്ന സാധാരണക്കാരന് ജീവിക്കേണ്ട എൻ്റെ ഗോപി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ SP വിളിച്ച് പറഞ്ഞാൽ മതി. സാറേ 307 പിന്നെ 324 ഒന്ന് കയറ്റി. അതെന്തിനാ? നാടൻ പോകുമ്പോൾ തുമ്പത്തുന്ന പൊട്ടിനി പിന്നെ നായനോട്ട് കടിപ്പിച്ചതാ. രണ്ടും ജസ്റ്റ് മിസ്സാ സാറേ. ഈ 324 വേണോ സാറേ? കാര്യം ഞാൻ നായന്റെ വയല് ഇങ്ങോട്ടൊന്ന് അടിച്ചേ. ഉണ്ട് സാറേ, മൾട്ടിമീഡിയയിൽ ഡിപ്ലോമ ചെയ്തു. നന്നായിട്ടല്ലോ സാറേ, ഇവനൊക്കെ പിടിച്ചിട്ടാലേ നമുക്ക് ചൊറയാം. ഇന്നലെ രാത്രി ഡ്യൂട്ടി കയറിയതാ. ജോർജിന് കുടുംബമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒക്കെ പുറകെ നടക്കാം. ഇതൊക്കെ തീർത്തിന് ഞാൻ എപ്പം വീട്ടിൽ പോകും സാറേ? ഇവിടെ താനെന്ന് വർത്താനം പറഞ്ഞു. അവരെങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. അവർ SP സാറിന്റെ പേഴ്സണൽ സ്കോഡാണ്. ഓരോ മാലക്കെട്ട്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. ജോർജെ, എന്താ പറയുക, നിങ്ങൾ വിട്ടോ, ഇവരുടെ കിട്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കി ചെയ്തോളാം. സാർ, ആ ബോഡിയുടെ ഇൻക്വസ്റ്റോടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഇതിവിടെ കോമൺ ആടോ, എല്ലാ ആദിവാസിയും മറ്റേ ആയിരിക്കും. അവരാരെങ്കിലും വരുമോ നോക്കട്ടെ. സാർ, അത് കണ്ടിട്ട് ആദിവാസിയാണെന്ന് തോന്നുന്നില്ല. എങ്ങനെ കണ്ടിട്ട് ആദിവാസിയാണെന്ന് തോന്നുന്നില്ലെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ മാവോയിസ്റ്റ് കൂപ്പ് എന്ന് പറഞ്ഞ 100,000 പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കിത് മേലോട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ഗേഡിയും പോയി ചുരുണ്ടാ മതി. ഞങ്ങളെ പണി അതല്ല. ജോർജ് ചെല്ല്. ഇവിടെ കാര്യം പറഞ്ഞ മനസ്സിലാകുന്ന ആരുള്ളോ? നിങ്ങളിപ്പോൾ ഓരോ സ്റ്റേഷനിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള മോശമായ അനുഭവങ്ങൾ ഉണ്ടാവാറില്ലേ? നമുക്ക് SP എടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തോളെ. അതിപ്പോ അതിന് ഞാൻ പറയാൻ മറുപടി. ഈ SP എന്ന് പറഞ്ഞ സാധനം ഇന്നൊരു നാളെ പോകും. ചിലപ്പോൾ പോകുന്ന പോക്കിന് സ്ക്വാഡിനെ പിരിച്ചു വിടും. പിന്നെ നമ്മൾ ഈ സ്റ്റേഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് പോകുന്നത് ഇമാതിരി CID SN അടുത്തേക്കല്ലേ. നമ്മൾ ചുറ്റിപ്പോയില്ലപ്പാ. അതങ്ങനെയൊന്നുമല്ല. ഒരു സ്റ്റേഷനിൽ വിവിധ തരത്തിലുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യാറ്. അതെല്ലാം കൂടെ ഒറ്റയടിക്ക് തീർപ്പാക്കാനുള്ള ആളുകളും നമ്മുടെ ഫോഴ്സിലില്ല. അല്ലാതെ പൂർണ്ണമായിട്ട് അവരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ശ്രീജിത്ത് സാറ് 2007 ഫോം ചെയ്തൊരു സ്ക്വാഡാണ്. ഞാനും രാജശേഖരനും 2 ASIമാരും 7 കോൺസ്റ്റബിൾമാരും. അതിൽ A ടീം ഞാനും B ടീം രാജശേഖരൻ. ബാക്കി പറയട്ടെ. പറയൂ സാർ. SI പറഞ്ഞത് അതൊരു സൂയിസൈഡ് ആണെന്നാണല്ലോ ജോർജെ. 90% സൂയിസൈഡ് ആകാനാണ് സാധ്യത. ബാക്കി 10%? ബാക്കി 10% എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബോഡി കിട്ടുന്നത് കേരള കർണാടക വനമേഖലയിൽ നിന്നാണ്. അവിടെ നിന്ന് ഇതുവരെ ഒരു മിസ്സിംഗ് കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ പരാതിപ്പെടാൻ ബന്ധുക്കൾ ആരും ഇല്ലാത്ത ഒരാളാണെന്ന് തന്നെ വയ്ക്കുക. കാട്ടിപ്പോയി ആത്മഹത്യയുടെ വല്ല കാര്യമുണ്ട്? ആദിവാസി ആയിക്കോട്ടെ. ആദിവാസിയാൻ സാധ്യതയില്ല സർ. കാരണം സർ, ഈ ബോഡി തൂങ്ങി നിന്നിരുന്ന ഉയരം. പൊതുവെ ആദിവാസികൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ നല്ല ഉയരത്തിൽ കയറും. വേറെ ആരും കൃത്യം ചെയ്യുമ്പോൾ കാണാതിരിക്കാൻ കൂടിയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ ഹയോഡ് ബോൺ ഫ്രാക്ചറാണ് മരണകാരണം. പ്രേതശരീരം ഒരു പുരുഷൻ്റേതാണ്. 40-45 വയസ്സ് പ്രായം കാണും. ശരീരത്തിന് 1.5 മാസത്തോളം പഴക്കമുണ്ട്. എനിക്കുണ്ടായിരുന്ന സംശയം ആ ശരീരത്തിൻ്റെ ഇടത്തെ കണങ്ങാനുള്ള മെറ്റൽ പ്ലേറ്റിനെ കുറിച്ചായിരുന്നു. സാറിനറിയാമല്ലോ, ഇങ്ങനെയുള്ള സർജറികൾ പൊതുവെ ആദിവാസികൾ ചെയ്യാറില്ല. കാരണം ആ ചിലവൊന്നും അവർക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഓട്ടോപ്സി ചെയ്ത ദത്തൻ സാർ പറഞ്ഞത് സിന്തസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റിക്കോൺ പ്ലേറ്റ് അഥവാ റീകൺസ്ട്രക്ഷൻ പ്ലേറ്റ് എന്നാണ്. കമ്പനിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റായിട്ട് അവർ പറഞ്ഞത് ചൈതന്യ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. സർ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇംപ്ലാന്റ് പർച്ചേസിംഗ് സെക്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റും. ഈ 5 പേരാണ് ഈടെ സർജറിക്ക് വന്നിട്ടുള്ളത്. ഞാൻ എല്ലാവരും വിളിച്ച് നോക്കിനി. അതിൽ ഒരാളുടെ നമ്പർ മാത്രം സ്വിച്ച് ഓഫ്. ഒരു കണ്ട് 43 വയസ്സ്, ലോറി ഡ്രൈവറാണ് സാറേ. ബൈസ്റ്റാൻഡറും എൻ്റെ വൈഫ് വനജ. അഡ്രസ്. ഒരു ദിവസം രാത്രി വനജെന്ന് പറയുന്ന പെണ്ണ് വന്നിട്ട് പറഞ്ഞ് സേലത്തുള്ള മുരുകൻ്റെ ചിറ്റപ്പൻ ചത്തുപോയി. അതും പറഞ്ഞ അയത്തുങ്ങളെല്ലാം കൂടെ ഭാര്യ കെട്ടി പോയതാണ് സാറേ. ഏതാണ്ട് 2 മാസമായിട്ട് അയത്തുങ്ങളൊരു വിവരവും ഇല്ല.
ഏതായാലും പെറ്റി അടച്ചിരിക്കുന്നത് കൊണ്ട് മുരുകൻ്റെ വണ്ടി നമ്പർ കിട്ടി. നിങ്ങൾ സതേൺ ക്ലയിലോട്ട് ചെല്ലേ. ശരി സാറേ. ഞാനും ജോസും ആർട്ടിഒ പോയി ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കട്ടെ. വനജാമുറി എന്ന പേരിലായിരുന്നു ഈ നമ്പറുള്ള വണ്ടി. ഇതിപ്പോൾ NOC വാങ്ങിച്ച് ഇവിടുന്ന് പോയല്ലോ. കോയമ്പത്തൂർ RTOയിലാണ് ഇപ്പം ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. സാറേ, ഈ വനജാമൃഗൻ്റെ ഫോട്ടോ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ ID പ്രൂഫൊക്കെ ഡംപിങ് സെക്ഷനിലോട്ട് മാറ്റി കാണും. തപ്പണം. ഞങ്ങളും കൂടാ അല്ലേ? കൂടാ സാർ. പറഞ്ഞേ. ആ സാറേ, മുരുകൻ ഈ കമ്പനി അറ്റാച്ചാണ് സാർ വണ്ടി ഓടിച്ചേനെ. അധികം കണ്ണൂർ യൂണിവേഴ്സിറ്റി പോയിക്കൊണ്ടിരുന്നത്. കൂടെ കിളിയുണ്ടോ? ഇല്ല, ഒപ്പം കിളിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരും. ആ ശരി സാറേ, അങ്ങോട്ട് വരാം. സാർ കിട്ടി. ശരവണകുമാർ കോയമ്പത്തൂരാണല്ലോ. അപ്പോൾ നിങ്ങൾ കോയമ്പത്തൂരിലേക്ക്? പ്രതികൾ മിടുക്കന്മാരാകുമ്പോൾ നമ്മളും മിടുമിടുക്കന്മാരാണ്ടേ, നല്ലവർ പിടിക്കാൻ പറ്റും. சார், எனக்கு வனஜா பற்றி முருகனை பற்றி எல்லாம் தெரியாது. இந்த லாரி மேட்டர் என்கிட்ட கொண்டு வந்து இந்த ராகேஷ் தான். ராகேஷ் நம்ம கம்பெனி தான் டிரைவராக வேலை பார்க்குறேன். அவங்ககிட்ட தான் இந்த லோரி வாங்கினது. രാജേഷിനൊന്ന് വിളിക്കാവോ? டே தம்பி, இந்த ராகேஷை கூப்பிடுப்பா. അവൻ എന്തൊക്കെ ലീവ് സാർ? அப்படியா? പുള്ളിയുടെ അഡ്രസ്സ് ഒന്ന് കിട്ടിയാലും മതി. രാകേഷ് വിടെങ്കിൽ രാകേഷ് വീട് ഇത്തിരി നേരെ പോയി റൈഡിലേക്ക് വന്നാൽ രണ്ടാമത് വീട്. രാകേഷ് யாரு? என்ன வேணும்? யாரு? சித்தப்பா, முருகனோட சித்தப்பா. எனக்கு 10 வயசு உள்ளப்போ என் அம்மையும் கூட உள்ளது என் அப்பாவான்னு எனக்கு தெரியாது. എന്നെ ജോലിക്ക് വിടാൻ തുടങ്ങി. ജോലി ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ പൈസ മുഴുവൻ അവർ വാങ്ങിയെടുക്കും. എനിക്ക് വയസ്സറിയിച്ചപ്പോൾ മുരുകമാമനോടൊപ്പമുള്ള കല്യാണം നടത്തി. എൻ്റെ തന്തയിനും പറഞ്ഞു നടന്നവണ് 2 ആഴ്ച ബ്രാൻഡി വാങ്ങിക്കൊടുത്തപ്പോൾ എന്നെ വിട്ടതാണ് മാമ എന്നോട് പറഞ്ഞത്. ഞാൻ കണ്ണി കണ്ട വീട്ടിൽ പോയി എച്ചിൽ കളിക്ക് ഉണ്ടാക്കിയ പൈസ സാറേ. ഒരു 5-6 വർഷം മുൻപ് ലോറി വാങ്ങണമെന്ന് പറഞ്ഞ് അയാൾ കൊണ്ടുപോയി. പിന്നെ ലോറി എൻ്റെ പേരിലാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് സ്നേഹം തോന്നി. കോർട്ടിന് രസീത് വരാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി സാറേ സ്നേഹം എന്താണ്. ശരി, ഇതിനെ എങ്ങനെയെങ്കിലും തപ്പിക്കലാന്ന് പത്താ ഇപ്പൊ അയാള് പറയാം ഭ്രാന്തിക്കുപ്പിടുമേലേ നടന്ന കല്യാണമല്ലേ, ഞാൻ അയാളുടെ ഭാര്യ അല്ലാണ്. സാറേ, ഞാനിതിന് എന്ത് ചെയ്യും സാറേ? മുരുകമ്മന്റെ കാലുടഞ്ഞപ്പോൾ അവരുടെ ഉദവിക്ക് രാകേഷ് വന്ന பேசி புரிய வச்சு என் பக்கம் நிறுத்த.
20 വർഷത്തെ പകയാ സാറേ. എന്റെ തന്തയിന് പറഞ്ഞു നടന്ന അണ്ണാ എന്റെ കയ്യില് കിട്ടിയില്ല. പക്ഷേ മുരുകമാമന്റെ കഴുത്തിൽ அந்த കയറ് മുറുക്കുമ്പോൾ കിട്ടിയ സന്തോഷമുണ്ടല്ലേ, அது வேற சார். இந்த ராகேஷ் சொல்ற மாதிரிலாம் எனக்கு ஒரு காதலும் இல்லை, ஒரு கத்திரிக்காயும் இல்லை. மதிய வாழ்ந்தா போதும். കുഞ്ഞ് അച്ഛനും പോയി, അമ്മയും പോയി. കുഞ്ഞിനെ ഞങ്ങൾ ശിശുഭവനിലാക്കി. അല്ലാതെ വേറെന്തേ? ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല. ആ സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞ പോലെ അതൊരു ആത്മഹത്യയെ തള്ളിക്കൂടെ. ചെയ്യാമായിരുന്നു. പക്ഷെ ഞങ്ങൾ മനുഷ്യർ മാത്രമല്ലോ, പോലീസുകാർ കൂടെ അല്ലേ. ചില കേസുകളുടെ ആരംഭം തേടി പോകുമ്പോൾ ചെന്നെത്തുന്നത് ഇതുപോലെയുള്ള ചില മനുഷ്യരുടെ അടുത്തേക്ക്. പോലീസുകാരെ കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ എഡിറ്റോറിയൽ ബോർഡിൽ നിന്നും പറഞ്ഞപ്പോൾ അതൊരിക്കലും ആവർത്തനമാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ക്രൈമിൻ്റെ ജാതകം എഴുതുന്നവർ അവർ വരും, കൂട്ടിയും കിഴിച്ചും പ്രതികളെ പിടിക്കും. കരഘോഷങ്ങൾക്ക് കാത്തു നിൽക്കാതെ അവർ മാഞ്ഞു പോകും. അവരാണ്